ഫ്രണ്ട്സ്, ദിസ് ഈസ് എ വെരി വെരി ഡാമേജിങ്, വെരി ഡേഞ്ചറസ് പ്രൊവിഷൻ. എങ്ങനെയാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ഈ അമെൻമെൻറ്റ് ബില്ലിനെ കൊണ്ട് ദോഷങ്ങൾ വരിക? ഏതെല്ലാം സ്ഥാപനങ്ങളാണ് നിർത്തിപ്പോവുക? ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെഗുലേറ്റിംഗ് ഫോറിൻ കോൺട്രിബ്യൂഷൻ. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ഓഫീസിൽ എന്നാണോ ഇത് ക്യാൻസൽ ചെയ്യുന്നത്, എന്നാണോ ഇത് സറണ്ടർ ചെയ്യുന്നത്, എന്നാണോ ഇത് രജിസ്ട്രേഷൻ റിന്യൂവൽ റിജക്റ്റ് ചെയ്യുന്നത്, ആ ഡേറ്റ് മുതൽ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ കൈവശത്തിലാണ് ഈ FCRA അസറ്റ് മുഴുവനും. അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ബില്ലിൽ നിന്നും ഒഴിവാക്കേണ്ടത് തന്നെയാണ്. രണ്ടായിരത്തി 10 ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് റീപ്ലേസ് ചെയ്തു. 1976 FCRA ആക്ടിന് പകരം 1/5/2011 മുതൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010 നിലവിൽ വരും. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മിസ്യൂസ് അഫക്റ്റിംഗ് ദ സോവറിനിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് പബ്ലിക് ഇൻട്രസ്റ്റ്. എന്നാൽ അതിൽ വളരെയധികം കർക്കശമായ നിബന്ധനകളോടെയാണ് 2010 FCRA ആക്ട് കൊണ്ടുവന്നത്. FCRA രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി 5 വർഷത്തേക്കാണ്. അതായത് എല്ലാ 5 വർഷങ്ങളിലും അതിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കണം. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അനുസരിച്ച് ബാങ്ക് അക്കൗണ്ട് വഴി മാത്രം വിദേശത്ത് നിന്നും ഫോറിൻ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കാവൂ. അതുപോലെ തന്നെ എല്ലാ വർഷവും FC4 എന്ന് പറയുന്ന ആനുവൽ റിട്ടേൺ, അതോടൊപ്പം ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ്, ലിസ്റ്റ് ഓഫ് ഓഫീസ് ബെയറേഴ്സ്, ആക്ടിവിറ്റി റിപ്പോർട്ട് തുടങ്ങിയ വിശദമായ സ്റ്റേറ്റ്മെൻറ്റുകൾ ആനുവൽ റിട്ടേണിനോടൊപ്പം എല്ലാ വർഷവും ഡിസംബർ 31 മുമ്പായി ഓൺലൈൻ വഴി സമർപ്പിക്കണം. എന്നാൽ ആ നിയമത്തിൽ നിബന്ധനകൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന FCRA രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിനും അതുപോലെ സസ്പെൻഡ് ചെയ്യുന്നതിനും അധികാരം കൊടുത്തിരുന്നു. അതുവഴി NGOs, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനെ വളരെ സ്ട്രിക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ ആ ആക്ടിന് സാധിച്ചിരുന്നു. ആ ആക്ടിൻ്റെ നടത്തിപ്പിലായിട്ട് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ റൂൾസ് 2011 നിലവിൽ വന്നു. അതോടൊപ്പം തന്നെ 2020 ആയപ്പോൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 2020 ഗവൺമെൻറ് കൊണ്ടുവന്നു. അതനുസരിച്ച് എല്ലാ സ്ഥാപനങ്ങളും വ്യക്തികളും മറ്റ് അനുബന്ധ ഓർഗനൈസേഷൻസ് എല്ലാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡൽഹി ബ്രാഞ്ച് വഴി മാത്രമേ ഫോറിൻ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കാവൂ എന്നുള്ള ഒരു നിബന്ധന വന്നു. അതായത് ഇന്ത്യയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഫോറിൻ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കുന്നതിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡൽഹി ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്ക് വന്നതിന് ശേഷം അവിടെ നിന്നും FCRA ഡെസിഗ്നേറ്റഡ് അക്കൗണ്ടോ അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ അക്കൗണ്ടിലേക്കോ മാറ്റിയിട്ട് അവിടെ നിന്ന് മാത്രമേ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാവുള്ളൂ. അതോടൊപ്പം തന്നെ അങ്ങനെ വരുന്ന ഫണ്ട് വേറൊരു ബാങ്ക് അക്കൗണ്ടിലേക്കോ വേറൊരു FCRA അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ഇതെല്ലാം 2020 അമെൻമെൻ്റ് അനുസരിച്ച് വന്നിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിന് 50% വരെ ചെലവഴിക്കാമായിരുന്നു. എന്നാൽ 2020 ആക്ട് അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 20% നിജപ്പെടുത്തി. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ, ഒരു സ്ഥാപനം FCRA ഫണ്ട് വഴി പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റ് എഡ്യൂക്കേഷണലാവാം, സോഷ്യൽ വർക്കാവാം, റിലീജിയസ് ആവാം, എക്കണോമിക് ആക്ടിവിറ്റീസ് ആവാം, ചാരിറ്റബിൾ പർപ്പസ് ആവാം. ഇങ്ങനെ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ വേണം, അതിലൊരു മാനേജർ വേണം, അതിന് സ്റ്റാഫ് വേണം, വാഹനങ്ങൾ വേണം, അതിന് ഡേ ടു ഡേ എക്സ്പെൻസ് ഉണ്ട്,
ഇതിനാണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അത് മൊത്തം കിട്ടുന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻ്റെ 20% നിജപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് അതിനകത്ത് നിയന്ത്രണം കൊണ്ടുവന്നു. വേറൊരു സ്ഥാപനത്തിന് ഫണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ അനുസരിച്ച് വരുന്ന ഫണ്ട് ഏത് പർപ്പസിനാണോ വരുന്നത് ആ പർപ്പസിനല്ലാതെ വേറൊരു ബാങ്ക് അക്കൗണ്ടിലേക്കോ വേറൊരു സ്ഥാപനത്തിലേക്കോ ഡൊനേറ്റ് ചെയ്തിട്ട് ആ സ്ഥാപനം വഴി യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ കൊണ്ടുവന്നത് ആ കാര്യത്തിന് വേണ്ടി ഡയറക്റ്റ് എക്സ്പെൻസേ പാടുള്ളൂ. ഉദാഹരണത്തിന് കെട്ടിടം പണിയുവാണ്, അതിൻ്റെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ പേയ്മെൻറ്റ് കൊടുക്കാം. ഒരു വാഹനത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്, ഒരു ബസ്സിന്, സ്കൂൾ ബസ്സിന് വേണ്ടിയിട്ടാണ്, ആ ബസ് വാങ്ങുന്നതിന് വേണ്ടി ഡയറക്റ്റ് പേയ്മെൻറ്റ് നടത്താം. കൂടാതെ ഗവൺമെൻറ്റിന് ഏതെങ്കിലും കാരണവശാൽ ഈ സ്ഥാപനങ്ങൾ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയോ കൊണ്ടുവന്ന ആവശ്യത്തിനല്ലാതെ വകമാറ്റി ചെലവഴിക്കുകയോ FCRA നിയമങ്ങൾ പാലിക്കാതിരിക്കുകയോ ചെയ്താൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ FCRA രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള അധികാരം ഈ ബില്ലിൽ, ഈ ആക്റ്റിൽ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ സെക്ഷൻ 15 അനുസരിച്ച് മാനേജ്മെൻറ്റ് ഓഫ് ഫോറിൻ കോൺട്രിബ്യൂഷൻ ഓഫ് പേഴ്സൺസ് ഹൂസ് സർട്ടിഫിക്കറ്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. അപ്പോൾ ക്യാൻസൽ ചെയ്യുന്ന അവസരത്തിൽ ഏതെങ്കിലും കാരണത്താൽ, തക്കതായ കാരണങ്ങളാൽ, അതായത് ഈ സ്ഥാപനങ്ങൾക്ക് കൃത്യമായ നോട്ടീസ് കൊടുത്ത് അവരെ കേട്ട് അവരുടെ മറുപടി കിട്ടി അത് വയലേഷനാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്യാൻസൽ ചെയ്ത സ്ഥാപനങ്ങൾക്ക് ഫോറിൻ കോൺട്രിബ്യൂഷനിലുള്ള ബാലൻസ് പണവും, ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ കൊണ്ട് അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഗവൺമെൻറ്റിൻ്റെ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയിൽ നിക്ഷിപ്തമാകുമെന്നാണ് സെക്ഷൻ 15 ഓഫ് ദി ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010 പറയുന്നത്. അങ്ങനെ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി ആരാണെന്ന് നോട്ടിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി ആരാണെന്ന് തീരുമാനിച്ച് ആ അതോറിറ്റിക്ക് ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റീസ് അത് കൺട്രോൾ ചെയ്യാം. അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ അസറ്റുകൾ വേണമെങ്കിൽ അത് കൊടുത്തിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ, സ്കൂള്, ആശുപത്രി, അതുപോലെ മറ്റുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങൾ, ഓർഫനേജസ്, ഓൾഡ് ഏജ് ഹോം, അതുപോലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, ഈവൻ ഇതിൻ്റെ അസറ്റ്സ് വരെ ആവശ്യം വേണമെങ്കിൽ വിറ്റ് ആ പണം കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഗവൺമെൻറ്റിന് ഒരു പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി നോട്ടിഫൈ ചെയ്തതിന് ശേഷം ക്യാൻസൽ ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ അസറ്റുകൾ, ഫോറിൻ കോൺട്രിബ്യൂഷനിലുള്ള ബാലൻസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 15 എന്ന് പറയുന്നത്. എന്നാൽ 2020 അമെൻമെൻ്റ് അനുസരിച്ച് സെക്ഷൻ 14A കൊണ്ടുവന്നു. 14A പറയുന്നത് ക്യാൻസലേഷൻ കൂടാതെ സറണ്ടർ ചെയ്ത FCRA സർട്ടിഫിക്കറ്റ് ഉള്ള സ്ഥാപനങ്ങളുടെയും FCRA അക്കൗണ്ടിലെ ബാലൻസും അതോടൊപ്പം തന്നെ FCRA അസറ്റ്സും ഇതിന് ഗവൺമെൻറ്റിൻ്റെ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയിലേക്ക് എടുക്കാൻ സാധിക്കും എന്നാണ് ഈ അമെൻമെൻ്റ് അനുസരിച്ച് 14A 2020 FCRA അമെൻമെൻ്റ് ആക്ട് പറയുന്നത്. അങ്ങനെയുള്ള ആ സാഹചര്യത്തിലാണ് ഗവൺമെൻറ് FCRA അമെൻമെൻറ്റ് ബിൽ 2026 ലോകസഭയിൽ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇൻകം ടാക്സ് ആക്ട് 2025 ഇന്ത്യയിൽ ഏപ്രിൽ 1, 2026 നിലവിൽ വന്നു. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 2025 വരുമ്പോൾ 1961 ഇൻകം ടാക്സ് ആക്ട് 1961 ആണ് റിപ്പീലാവുന്നത്. അതായത്
1961 ആക്ട് ഇവിടെ 64 കൊല്ലത്തോളം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇൻകം ടാക്സ് ആക്ട് അബോളിഷ് ചെയ്തിട്ട് പുതിയ ഇൻകം ടാക്സ് ആക്ട് 2025 കൊണ്ടുവരുമ്പോൾ ഇൻകം ടാക്സ് ബില്ല് 2025 പബ്ലിക്കിന് വേണ്ടി ഒപ്പീനിയന് കൊടുക്കുകയുണ്ടായി. എന്നുവെച്ചാൽ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ എടുത്ത് സബ്ജക്റ്റ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് സബ്ജക്റ്റ് കമ്മിറ്റി പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ എല്ലാം വെച്ചുകൊണ്ടാണ് പാർലമെൻറ്റിൽ, ലോകസഭയിലും രാജ്യസഭയിലും ഇൻകം ടാക്സ് ആക്ട് 2025 പാസ്സാക്കിയത്. FCRA എന്ന് പറയുന്നത് പബ്ലിക്കിന് അവസരം കൊടുത്തിട്ട് അവരുടെ ഒപ്പീനിയൻ എടുത്ത് ബില്ല് ലോകസഭയിൽ അവതരിപ്പിക്കാനോ ഉള്ള ശ്രമം നടന്നതായി കാണുന്നില്ല. FCRA എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റേതല്ല. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഒരുപാട് ആശുപത്രികൾ, സ്കൂളുകൾ, കോളേജുകൾ, ആതുരാലയങ്ങൾ, അതുപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഈ മതസ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ്. അവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നുള്ള വ്യത്യാസമില്ല. അങ്ങനെ ഇന്ത്യയിൽ ഇത്രമാത്രം സോഷ്യൽ സർവീസും റിലീജിയസ് ആക്ടിവിറ്റീസും നടന്നു വരുമ്പോൾ ആ സ്ഥാപനങ്ങളുടെ ഫോറിൻ കോൺട്രിബ്യൂഷൻ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ വന്നാൽ ഇന്ത്യയിലാകെ ഒരു വലിയ നഷ്ടമായിരിക്കും. ഗവൺമെൻറ്റിനെ കൊണ്ട് ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാതെ വരും. ഒരുപാട് ആളുകൾ അനാഥരായി പോവും. ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് സഹായം കിട്ടാതാകും. അത് ഗവൺമെൻറ്റിൻ്റെ വലിയൊരു ബാധ്യതയാകും. ഈ അവസരത്തിലാണ് ഈ അമെൻമെൻറ്റ് ബില്ല് 2026 കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ അമെൻമെൻറ്റ് ബില്ലിൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു അതോറിറ്റി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യും ആരാണ് അഡ്മിനിസ്ട്രേറ്റർ. അതോടൊപ്പം തന്നെ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി, അതും സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യും. അതൊരു പക്ഷേ സ്റ്റേറ്റ് അതോറിറ്റീസ് ആവാം, അല്ലെങ്കിൽ സെൻട്രൽ അതോറിറ്റീസ് ആവാം. സ്റ്റേറ്റ് അതോറിറ്റീസ് ജനറലി നമുക്കറിയാം, ചീഫ് സെക്രട്ടറി, ഡിസ്ട്രിക്ട് കളക്ടർ, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, അങ്ങനെയുള്ള അതോറിറ്റീസാണ് ഇത്തരം കാര്യങ്ങൾക്ക് സാധാരണഗതിയിൽ ഗവൺമെൻറ് സഹായം തേടുക. കാരണം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സ്ഥാപനങ്ങളെ മോണിറ്റർ ചെയ്യാൻ, ആക്ടിവിറ്റീസ് നടത്താൻ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, ഇതെല്ലാം മോണിറ്റർ ചെയ്യുക, അതിൻ്റെ ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ അതാത് സംസ്ഥാനങ്ങളിലുള്ള ഗവൺമെൻറ് അതോറിറ്റീസിനെ കൊണ്ട് സാധാരണഗതിയിൽ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ആകാം സെൻട്രൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സെക്ഷൻ 14B അമെൻമെൻറ്റ് കൊണ്ടുവന്നു. അത് പ്രപ്പോസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: The certificate shall be deemed to have been seized on the expiry of its period of validity if the application for renewal has not been made. The application for renewal has been made but refused by the central government, or the certificate is not renewed before its expiry. എന്ന് വെച്ചാൽ FCRA രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 5 കൊല്ലം കൂടുമ്പോൾ റിന്യൂ ചെയ്യാതിരിക്കുക, ആപ്ലിക്കേഷൻ കൊടുക്കാതിരിക്കുക. 2, ആപ്ലിക്കേഷൻ കൊടുത്ത കേസിൽ ഗവൺമെൻറ് ആപ്ലിക്കേഷനിൽ പല ന്യൂനതകളും കാണുക, അതനുസരിച്ച് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിന്യൂ ചെയ്ത് കൊടുക്കാതിരിക്കുക. അതല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഈ കാലാവധിക്ക് മുമ്പ് സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള ഈ 3 കാര്യങ്ങളിലും ഗവൺമെൻറ്റിന് ഈ പ്രോപ്പർട്ടീസ് ടേക്ക് ഓവർ ചെയ്യാനുള്ള ഒരു പവറാണ് സെക്ഷൻ 14Bയിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സെക്ഷൻ 15 അനുസരിച്ച് FCRA സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുക, അതല്ലെങ്കിൽ സെക്ഷൻ 14A അനുസരിച്ച് FCRA സർട്ടിഫിക്കറ്റ് സറണ്ടർ ചെയ്യുക. അങ്ങനെയുള്ള അവസരങ്ങളിലാണ് FCRA ബാലൻസ് ഫണ്ടും FCRA ക്രിയേറ്റഡ് അസറ്റും ഗവൺമെൻറ്റിൻ്റെ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയിൽ നിക്ഷിപ്തമാകുന്നത്. എന്നാൽ ഈ FCRA ആക്ട് ബിൽ 2026
ഈ സെക്ഷൻ 15 തന്നെ എടുത്തു കളഞ്ഞു, ഒമിറ്റ്. സെക്ഷൻ 15 ഒമിറ്റ് ചെയ്തുകൊണ്ട് സെക്ഷൻ 16A എന്ന് പറയുന്ന ഒരു സെക്ഷൻ ചാപ്റ്റർ 3A അനുസരിച്ച് ഗവൺമെൻറ് പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് സെക്ഷൻ 16A എന്താണെന്ന് നോക്കാം. ഫോറിൻ കോൺട്രിബ്യൂഷൻ ആൻഡ് അസറ്റ്സ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ഫോറിൻ കോൺട്രിബ്യൂഷൻ ഓഫ് എനി പേഴ്സൺ. അതാണ് 16A ആരംഭം. അങ്ങനെയുള്ള കേസിൽ എ whose certificate has been cancelled under section 14, or B whose has surrendered the certificate under section 14A, surrender, or whose certificate has been seized under section 14B or rules made under this act. അതായത് ഒന്നെങ്കിൽ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുക, അതല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് സറണ്ടർ ചെയ്യുക. ഇത് നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പറയുന്നത് whose certificate has been seized under section 14B. ഞാൻ 14B നേരത്തെ നിങ്ങളോട് പറയുകയുണ്ടായി. എന്താണ് സെക്ഷൻ 14Bയിൽ പറയുന്നത്? The certificate shall be deemed to have been seized on the expiry of its period of validity. A. Renewal application for renewal has not been made. ആപ്ലിക്കേഷൻ റിന്യൂ ചെയ്യാനായിട്ട് കൊടുത്തിട്ടില്ല. 2. B. ആപ്ലിക്കേഷൻ ഫോർ റിന്യൂവൽ ഹാസ് ബീൻ മെയ്ഡ്. ആപ്ലിക്കേഷൻ കൊടുത്തു, പക്ഷേ ഗവൺമെൻറ് അത് നിരസിച്ചു. അല്ലെങ്കിൽ സി. ദ സർട്ടിഫിക്കറ്റ് ഈസ് നോട്ട് റിന്യൂഡ് ബിഫോർ ദി എക്സ്പയറി പീരീഡ്. ഈ കാലാവധി തീരുന്നതിന് മുമ്പ് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും കാരണവശാൽ റിന്യൂ ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഈ സെക്ഷൻ 16C പറയുന്നത്. 16AC, 16 ക്യാപിറ്റൽ AC. അപ്പോൾ സിയിൽ പറയുന്നു whose certificate has been seized under section 14B. അപ്പോൾ റിന്യൂവലിനെ കുറിച്ചാണ് 14Bയിൽ പറയുന്നത്. അപ്പോൾ റിന്യൂവലിൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് ക്യാൻസലേഷൻ ഓർ സറണ്ടർ ഓർ സെസേഷൻ വെസ്റ്റ് പ്രൊവിഷണലി ഇൻ ദ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി in such manner as may be prescribed. Friends, this is a very, very damaging, very dangerous provision. ഇത് എക്സിക്യൂട്ടീവ്സ് ഈ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരും. ഏതെങ്കിലും കാരണവശാൽ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുക, ഏതെങ്കിലും കാരണവശാൽ സറണ്ടർ ചെയ്യുക, ഏതെങ്കിലും കാരണവശാൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാതിരിക്കുക. ഈ അവസരത്തിൽ ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് പവറാണ്. ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിലാണ് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അമെൻമെൻറ്റ് ബിൽ 2026 അനുസരിച്ച് ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ FCRA ഫണ്ട് കൊണ്ടോ ലോക്കൽ ഫണ്ട് കൊണ്ടോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 1976 മുതലുള്ള അസറ്റ് മുഴുവനും ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ കൺട്രോളിലാണ്. ഇവിടെയാണ് ഈ അമെൻമെൻറ്റിൻ്റെ ഏറ്റവും ഭയാനകമായ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയിൽ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ, ഡേറ്റ് ഓഫ് സറണ്ടർ, ഡേറ്റ് ഓഫ് സെസേഷൻ മീൻസ് റിന്യൂവൽ ഈസ് റിജക്റ്റഡ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ഓഫീസിൽ എന്നാണോ ഇത് ക്യാൻസൽ ചെയ്യുന്നത്, എന്നാണോ ഇത് സറണ്ടർ ചെയ്യുന്നത്, എന്നാണോ ഇത് രജിസ്ട്രേഷൻ റിന്യൂവൽ റിജക്റ്റ് ചെയ്യുന്നത്, ആ ഡേറ്റ് മുതൽ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ കൈവശത്തിലാണ് ഈ FCRA അസറ്റ് മുഴുവനും. ഒരു കാര്യം ആലോചിക്കണം, ഒരു സ്ഥാപനം വിദേശത്തുനിന്ന് കൊണ്ടുവരുന്നത് ഒരു തുകയാണ്, സേ 1 കോടി രൂപ. ആ രൂപ കൊണ്ട് സ്ഥലം വാങ്ങുന്നു, കെട്ടിടം പണി തുടങ്ങുന്നു. തികയാതെ വരുന്ന ഫണ്ട് ലോക്കൽ കോൺട്രിബ്യൂഷൻ ഒരു 5 കോടി രൂപ. അങ്ങനെ 1 കോടി രൂപ ഫോറിൻ കോൺട്രിബ്യൂഷനും 5 കോടി രൂപ വിദേശ പണവും ലോക്കൽ ഫണ്ടും കൊണ്ട് പണിയുന്ന ഒരു ബിൽഡിങ് ഈ രജിസ്ട്രേഷൻ റിന്യൂവൽ ഇപ്പോൾ നടക്കുമ്പോൾ ഗവൺമെൻറ് രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാതിരുന്നാൽ, ഗവൺമെൻറ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. ഈ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് രജിസ്ട്രേഷൻ റിന്യൂവൽ റിജക്റ്റ് ചെയ്താൽ ആ ഡേറ്റ് മുതൽ ഇത്രയും കാലം കൊണ്ട് ആർജിച്ച അസറ്റ് മുഴുവനും, ഫോറിൻ കോൺട്രിബ്യൂഷൻ അസറ്റ് മാത്രമല്ല,
ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു കെട്ടിടം പണിയുമ്പോൾ ഇതിലെ ഫോറിൻ കോൺട്രിബ്യൂഷൻ എത്ര, ലോക്കൽ ഫണ്ട് കൊണ്ടുണ്ടാക്കിയ ഏത് ഭാഗമാണ്, ഇതൊന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, തിരിച്ചറിയാനും പറ്റില്ല. അങ്ങനെയുള്ള ഒരു കോളേജ്, ഒരു സ്കൂള്, ഒരു പള്ളി, ഒരു അമ്പലം, അല്ലെങ്കിൽ ഒരു മോസ്ക്, അതല്ലെങ്കിൽ ഒരു ഓർഫണേജ്, അതല്ലെങ്കിൽ പാവപ്പെട്ടവർക്കുള്ള ഒരു ഓൾഡ് ഏജ് ഹോം, അല്ലെങ്കിൽ മാനസിക രോഗികളെ ചികിത്സിക്കുന്ന ഒരു സെൻറ്റർ, പാലിയേറ്റീവ് കെയർ, ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്ന ആതുരാലയങ്ങൾ, ഇതെല്ലാം ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ കയ്യിലേക്ക് വന്നു ചേരുന്നു. ആ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? ഫ്രണ്ട്സ് 16(2) എന്താണ് പറയുന്നത്? An asset shall vest wholly in the designated authority, whether created or acquired partly from foreign contribution or partly from other sources, provided that the person referred to in subsection 1 may make an application to the designated authority for return of any distinct or ascertainable portion of the asset created or acquired from other sources, and the designated authority, on being satisfied, shall by an order return such portion of the asset to the applicant in such manner as may be prescribed. ഇതെങ്ങനെ സാധിക്കും? ഒരു കെട്ടിടം പണിയുന്നത് ഫോറിൻ കോൺട്രിബ്യൂഷൻ കൊണ്ടും ലോക്കൽ ഫണ്ട് കൊണ്ടും ആണെങ്കിൽ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരിലേക്ക് വന്ന് ചേർന്നതിന് ശേഷം ലോക്കൽ ഫണ്ട് കൊണ്ട് ക്രിയേറ്റ് ചെയ്ത അസറ്റ് തിരിച്ചു തരണമെന്ന് ആപ്ലിക്കേഷൻ കൊടുക്കണം. ഒരു കെട്ടിടത്തിൻ്റെ ഏത് പോർഷൻ എങ്ങനെ കൊടുക്കും? ഒരു ലാൻഡിൻ്റെ ഏത് പോർഷൻ എങ്ങനെ കൊടുക്കും? ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ അല്ല. അപ്പോൺ വെസ്റ്റിംഗ് ദ അസറ്റ്സ് ഇൻ ഇറ്റ്, the designated authority may either directly or through an administrator take possession of the assets. അപ്പോൾ ഈ സ്കൂള്, കോളേജ്, ആശുപത്രി, പള്ളി, മോസ്ക്, അമ്പലം, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി മാനേജ് ചെയ്യും, അസറ്റ് ടേക്ക് ഓവർ ചെയ്യും, അതിൻ്റെ സേഫ് ഗാർഡിങ്, റിസർവിങ്, മെയിൻറ്റെയിനിങ്, സൂപ്പർവിഷൻ, മാനേജ്മെൻറ്റ്, ഇതെല്ലാം ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ആയിരിക്കാം ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ the management and activities of the person whose assets are provisionally vested in it, and if the period as may be prescribed, and the designated authority may utilize the foreign contribution or managing such assets and activities. ഇങ്ങനെ വെസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയാണ് പിന്നീട് അത് കൈകാര്യം ചെയ്യുന്നതും നടത്തുന്നതും. എന്നാൽ സെക്ഷൻ 16(4) പറയുന്നു, വേർ ഇൻ റെസ്പെക്ട് ഓഫ് എനി പേഴ്സൺ റെഫേർഡ് ടു ഇൻ സബ്സെക്ഷൻ 1, അങ്ങനെയുള്ള ആളുകൾ ഫ്രഷ് സർട്ടിഫിക്കറ്റ് ഈസ് ഗ്രാൻഡഡ്. എന്നാൽ പുതുക്കിയ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നിരിക്കട്ടെ, സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്തു എന്നിരിക്കട്ടെ, സർട്ടിഫിക്കറ്റ് വീണ്ടും അത് റിവിഷണൽ അതോറിറ്റിയിൽ പോയിട്ട് വീണ്ടും സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെ കിട്ടുന്നതിന് കാലാവധി പറഞ്ഞിട്ടുണ്ട്. ആ കാലാവധിക്കുള്ളിൽ ഇത് റിന്യൂവൽ ചെയ്ത് കിട്ടി, അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്തു, അല്ലെങ്കിൽ അത് വാലിഡേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പുതിയ സർട്ടിഫിക്കറ്റ് കിട്ടി, എങ്ങനെയുള്ള കേസിൽ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് ആ അസറ്റ് തിരിച്ചു കൊടുക്കാനുള്ള പവറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കണം, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് തീരുമാനിക്കുന്നത് ഇത് റിന്യൂ ചെയ്യണോ ചെയ്യണ്ടയോ, ഫ്രഷ് സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടായോ. ഇങ്ങനെ അത് തീരുമാനം എടുക്കുന്നതിൽ വരുന്ന കാലതാമസം വന്നാൽ, ഈ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ റിന്യൂ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഈ അസറ്റ് പെർമനൻ്റ് ആയിട്ടും ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ കയ്യിൽ തന്നെയായിട്ട് മാറും. ഇതെല്ലാം കണ്ടീഷണൽ കേസസ് ആണ്. ടൈം ലിമിറ്റ് പറയുന്നുണ്ട്. ഈ ടൈം ലിമിറ്റ് ഒന്നും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൈകളിലല്ല നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ രജിസ്ട്രേഷൻ പുതിയതായി എടുക്കാൻ സാധിക്കുകയോ റിന്യൂ ചെയ്ത് കിട്ടാതിരിക്കുകയോ അതല്ലെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി MHAയിൽ നിന്നും പുതുക്കി കിട്ടാതിരിക്കുകയോ ചെയ്താൽ ഈ സ്ഥാപനത്തിൻ്റെ മുഴുവൻ അസറ്റും ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ കൈവശത്തിലായിരിക്കും. അങ്ങനെ 16(6) എന്താണ് പറയുന്നതെന്ന് നോക്കാം. അങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ കൈവശത്തിലിരിക്കുന്ന പ്രോപ്പർട്ടി ട്രാൻസ്ഫർ സച്ച് അസറ്റ്സ് ടു മിനിസ്ട്രി, ഡിപ്പാർട്ട്മെന്റ്, അതോറിറ്റി or agency of central government or state government
or local authority in such manner as may be prescribed. ഇങ്ങനെ പെർമനൻ്റ് ആയിട്ടിരിക്കുന്ന അസറ്റ് ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രിക്കോ ഡിപ്പാർട്ട്മെൻറ്റിനോ അതോറിറ്റിക്കോ ഏജൻസിക്കോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ ലോക്കൽ അതോറിറ്റിക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഏജൻസിക്കോ കൈമാറ്റം ചെയ്യാം. അതല്ലെങ്കിൽ ഇത് വിറ്റ് dispose of such assets through sale or other appropriate process in such manner as may be prescribed, and the credit of or the sale proceeds together with any unutilized foreign contribution to the consolidated fund of India. ഇങ്ങനെ ഗവൺമെൻറ് അതോറിറ്റിക്ക് കൊടുക്കാത്ത പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് ഈ പ്രോപ്പർട്ടി വിൽക്കാനും ആ വിറ്റ് കിട്ടുന്ന ഫണ്ടും ഫോറിൻ കോൺട്രിബ്യൂഷനിലുള്ള ബാലൻസും കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്ന് വെച്ചാൽ ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഇല്ലാതാകുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ അമെൻമെൻറ്റ് ബില്ല് 2026 നിലവിൽ വരുന്നത്. അപ്പോൾ അതിന് ഗവൺമെൻറ് ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇവരെല്ലാം ബാധിക്കുന്ന ഒരു നിയമമാണ് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ അമെൻമെൻറ്റ് ബിൽ 2026 ഗവൺമെൻറ് ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഞാനത് പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഈ ആക്ട് പാസ്സാക്കാൻ വേണ്ടി വെച്ചിരുന്ന ദിവസം എംപിമാരുടെ എതിർപ്പുകൾ പ്രമാണിച്ച് ഗവൺമെൻറ് അത് പോസ്റ്റ്പോൺ ചെയ്തു. പോസ്റ്റ്പോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടുക അല്ല ചെയ്തത്. ജാതിമത ഭേദമന്യേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, FCRA രജിസ്ട്രേഷൻ ഉള്ളവർ, അതുപോലെ തന്നെ FCRA ഫണ്ട് കൊണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നവർ, ഇവർക്കെല്ലാം എന്തെല്ലാമാണ് അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ, എങ്ങനെയാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ഈ അമെൻമെൻറ്റ് ബില്ലിന് കൊണ്ട് ദോഷങ്ങൾ വരിക, ഏതെല്ലാം സ്ഥാപനങ്ങളാണ് നിർത്തിപ്പോവുക, ഇത് മതസ്വാതന്ത്ര്യത്തിനുമെതിരല്ലേ എന്നുവരെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് അമ്പലങ്ങൾ, പള്ളികൾ, മോസ്കുകൾ ഇതൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ FCRA കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് പല സ്ഥാപനങ്ങളും പണിതിട്ടുള്ളത്, അല്ലെങ്കിൽ കെട്ടിടങ്ങൾ പണിതിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ ഒരു ഗവൺമെൻറ് അതോറിറ്റിയിൽ വന്നു ചേരുക എന്ന് പറഞ്ഞാൽ ഈ മതസ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന് ഗവൺമെൻറ് അതോറിറ്റിയുടെ പെർമിഷൻ വേണം. ആ പെർമിഷൻ കിട്ടി അവർ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിലൂടെ ഗവൺമെൻറ് പോകുമ്പോൾ ഇന്ത്യയുടെ ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന ഒരു ബേസിക് തിങ് ഉണ്ട്. ആർട്ടിക്കിൾ 25, 26, 27, 28, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 30, ഇതെല്ലാം മതസ്ഥാപനങ്ങളുടെയും മൈനോറിറ്റികളുടെയും സംരക്ഷണത്തിനുള്ളതാണ്. ഫ്രീഡം ഓഫ് റിലീജിയൻ. അതുപോലെ തന്നെ ഒരു അസറ്റ് ടേക്ക് ഓവർ ചെയ്യണമെങ്കിൽ ആർട്ടിക്കിൾ 300 അനുസരിച്ചും ഒരു അതോറിറ്റി ഓഫ് ലോ വേണം, അതിന് കാരണങ്ങൾ വേണം. അങ്ങനെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെഗുലേറ്റിംഗ് ഫോറിൻ കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി നേഷൻ, security, interest of the public, preventing the unauthorized way of utilizing the money, threatening the safety and security of the nation, also in connection with the Prevention of Money Laundering Act. ഇതെല്ലാം കൂടി ഒരു റെഗുലേറ്ററി മെക്കാനിസമാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അനുസരിച്ച് എല്ലാ സ്വത്തുവകകളും റിന്യൂവൽ റിജക്റ്റ് ചെയ്തു എന്നുള്ള ഒറ്റ കാരണത്താൽ ആ കോളേജുകളും സ്കൂളുകളും ആശുപത്രികളും മതസ്ഥാപനങ്ങളും ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയിലേക്ക് വരുന്നത് ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല, അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. ഇത് ഗവൺമെൻറ് പുനഃപരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് കമ്മിറ്റി ഓഫ് ദി പാർലമെൻറ്റ്, അപ്പോൾ ആ ഒരു കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് ആ പബ്ലിക്കിൻ്റെ പറയാനുള്ളതെല്ലാം കേട്ടതിന് ശേഷം വേണം ഈ ആക്ട് ഇതിനകത്ത് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ആക്ട് തന്നെ
വേണ്ട രീതിയിൽ റെഗുലേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ബില്ലിൽ നിന്നും ഒഴിവാക്കേണ്ടത് തന്നെയാണ്. 1947 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഇന്ത്യയിൽ വിദ്യാഭ്യാസമില്ല, ചികിത്സാ സഹായമില്ല, മാനസിക രോഗികളെയും ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ആൾക്കാരെയും സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങളില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഗവൺമെൻറ് ഇൻകം ടാക്സിൽ തന്നെ എക്സംഷൻ കൊടുത്തുകൊണ്ട് ഈ NGOസിനെ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ പ്രൊമോട്ട് ചെയ്തത്. അവർ വഴി ആ ഇൻകം ടാക്സിൽ തന്നെ എക്സംഷൻ കൊടുത്ത് ആ തുകയും കൂടി ചാരിറ്റി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഗവൺമെൻറ് പെർമിറ്റ് ചെയ്താണ് ഈ സ്ഥാപനങ്ങളെല്ലാം ഇവിടെ പ്രവർത്തിച്ചത്. FCRA ആക്ട് പ്രകാരവും ഗവൺമെൻറ് റെഗുലേറ്ററി മെക്കാനിസം കൊണ്ടുവന്നു. ഏതെങ്കിലും സ്ഥാപനങ്ങൾ FCRA ആക്ടിൻ്റെ പരിധി ലംഘിക്കുകയോ വയലേറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം, സസ്പെൻഡ് ചെയ്യാം, റിന്യൂവൽ റിജക്റ്റ് ചെയ്യാം. അങ്ങനെ ആ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷേ ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ദോഷകരമായ രീതിയിൽ നിന്നുപോയാൽ ഇന്ത്യയുടെ ജനങ്ങളുടെ മൊത്തം പ്രശ്നമായി മാറുന്നു. അതുകൊണ്ട് ഇതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രമല്ല കാര്യം. ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളുടെയും, ആദിവാസികളുടെയും മാനസിക രോഗികളുടെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും എല്ലാം സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഈ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അവരുടെ പ്രവർത്തനങ്ങളെ എല്ലാം നിർത്തിക്കൊണ്ട് ഗവൺമെൻറ് മെക്കാനിസത്തിലൂടെ ഈ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഇല്ലാത്ത അല്ലെങ്കിൽ പറ്റാത്ത കാര്യങ്ങളാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടു പോകുന്നത്. ആ പ്രവർത്തനങ്ങളെ നിശ്ചലമാക്കുന്ന രീതിയിലുള്ള ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു അമെൻമെൻറ്റ് FCRA ആക്റ്റിൽ കൊണ്ടുവരുന്നത് രാജ്യത്തിന് ഒരിക്കലും നല്ലതല്ല. 2021 വർഷം 5 വർഷത്തെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യേണ്ട കാലമായിരുന്നു. ആ റിന്യൂവൽ റിജക്റ്റ് ചെയ്ത അനേകം കേസുകൾ ഇന്ത്യയിലുണ്ട്. എല്ലാ ജാതി വിഭാഗങ്ങളുടെയും സ്ഥാപനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ആ രജിസ്ട്രേഷൻ റിന്യൂവൽ റിജക്റ്റ് ചെയ്തത് വഴി വിദേശത്തു നിന്ന് ഫണ്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല, ബാങ്കിൽ കിടക്കുന്ന FCRA ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിശ്ചലമായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പുറകെയാണ് ആ കാലങ്ങൾക്ക് മുമ്പ് ഈ വയലേഷൻ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ തെറ്റുകൾ, മിസ്റ്റേക്കുകളൊക്കെ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന കാലഘട്ടത്തിന് മുമ്പ് എല്ലാ റിന്യൂവലും കൊടുത്ത് സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആ കാലത്തുണ്ടായിരുന്ന അസറ്റും കൂടി ഇപ്പോൾ ഈ ബില്ല് പ്രകാരം ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിശ്ചലമായി പോവും. ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയായിരിക്കാം? ലോക്കൽ ഫണ്ട് കൊണ്ടായിരിക്കാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ലോക്കൽ ഫണ്ട് ഇല്ലാതാകും, വിദേശ ഫണ്ട് ഇല്ലാതാകും, സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിശ്ചലമായി പോകും. ആ അവസ്ഥയിൽ ഈ ബില്ല് വേണ്ട രീതിയിൽ ചർച്ച ചെയ്ത് മാത്രമേ ഇത് പാസ്സാക്കാവൂ. അല്ല എങ്കിൽ FCRA ആക്റ്റിൽ നിലവിൽ എല്ലാവിധ റെഗുലേഷൻസും ഉണ്ട്. ആ റെഗുലേഷന് പകരം ആ അസറ്റ് മുഴുവനും ടേക്ക് ഓവർ ചെയ്ത് സ്ഥാപനങ്ങൾ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകരുത്.